ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മഷ്റൂം റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഓയിസ്റ്റർ മഷ്റൂം ആട്ടോ ഇന്ന് കിട്ടിയേക്കുന്നത്. ഇതാട്ടോ ഓയിസ്റ്റർ മഷ്റൂം. ഞാൻ ആദ്യമായിട്ടാട്ടോ ഓയിസ്റ്റർ മഷ്റൂം കഴിക്കുന്നതും വെക്കുന്നതും എല്ലാം. റൗണ്ട് നമ്മളെ ഉണ്ട പോലെ ഇരിക്കുന്ന മഷ്റൂം ഉണ്ടല്ലോ, അത് കിട്ടാറുണ്ട്. ഞാനപ്പോൾ ഇത് തലേദിവസം രാത്രി തന്നെ ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ്. അധികം റെസിപ്പിയൊന്നുമില്ല. ഈ റെസിപ്പി എൻ്റെ അമ്മൂമ്മയുടെ വകയാണ് കേട്ടോ. പക്ഷേ ഓയിസ്റ്റർ മഷ്റൂം ഒന്നുമല്ല, നമ്മുടെ പറമ്പിൽ താനെ കിളിർത്ത് വരുന്ന മഷ്റൂമില്ലേ, അത് വെച്ചിട്ട് എൻ്റെ അമ്മൂമ്മ പെട്ടെന്ന് ഉണ്ടാക്കി തരുന്ന ഒരു റെസിപ്പി. ഭയങ്കര ടേസ്റ്റ്, വേറെ ഒരു കറിയും വേണ്ട. ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ മഷ്റൂം എന്ന് പറയുന്നത്. പക്ഷെ അവർ ഓയിസ്റ്റർ മഷ്റൂം ഫസ്റ്റ് ടൈമാണ് കഴിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഇതിലേക്ക് എന്താ ചെയ്യുക എന്ന് വെച്ചാൽ, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല കേട്ടോ. നമ്മുടെ സവോള, പച്ചമുളക്, കറിവേപ്പില, കടുക് പൊട്ടിച്ചതിന് ശേഷം ഇതിടുക. സവോള അധികം ഒന്നും വേണ്ട, അതിട്ടിട്ട് ഒരു 3-4 വഴറ്റിയതിന് ശേഷം അതിലോട്ട് നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മഷ്റൂം അതിൻ്റെ ഉള്ളിലിട്ടിട്ട് നല്ല ഉപ്പിടണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് മൂടി വയ്ക്കുക. ഈ ഓയിസ്റ്റർ മഷ്റൂമില്ലേ നല്ലോണം ഫ്ലേവർ അക്സെപ്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇത് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കണ്ട, ഓൾറെഡി വെള്ളമൊന്നും ചേർക്കേണ്ട, ഓൾറെഡി അതിൽ നിന്ന് കുറച്ച് വെള്ളം വരും. പിന്നെ അതിലേക്ക് ഞാനൊരു ചെറിയ തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇട്ടത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്, ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ട് മൂടി വയ്ക്കാം. അപ്പോഴത്തേക്ക് സംഭവം സെറ്റാവട്ടെ, കാരണം മഷ്റൂമിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങും. പിന്നെ ഞാൻ ഓയിസ്റ്റർ മഷ്റൂമിനെ പറ്റി ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഫ്ലേവർ അബ്സോർബ് ചെയ്യും, അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് ഒരു സോയിലിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുമെന്ന് പറയുന്നത്, നമ്മുടെ സോയിലിൽ നിന്ന് കിട്ടുന്ന മഷ്റൂമിൻ്റെ ഏകദേശം ഒരു ടേസ്റ്റ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ മഷ്റൂം ഒരുപാട് കഴിച്ചിരിക്കുന്നത് ഞങ്ങളുടെ പറമ്പിൽ നിന്നൊക്കെ നിന്നാണ്. നമ്മുടെ മക്കൾക്കൊന്നും ആ ഒരു ഭാഗ്യം ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. മക്കൾ എപ്പോഴും പറയും മഷ്റൂം കിട്ടിയിരുന്നെങ്കിലെന്ന്. പക്ഷെ അവർ കഴിക്കുന്ന മഷ്റൂം നമ്മുടെ മറ്റേ ഉണ്ട ടൈപ്പ്, അതിൻ്റെ പേരെനിക്കറിയില്ല, ആ ടൈപ്പ് മഷ്റൂമാണ് കഴിക്കണം. അപ്പോൾ ഇന്നലെ മഷ്റൂം വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ ഈ മഷ്റൂം അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ പറഞ്ഞു എന്നാൽ നമുക്കിത് ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞില്ല, നമുക്കിത് മതി, നല്ലതാണ്, ഇത് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാളുടെ നിർബന്ധത്തിന് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ആ വെള്ളം ഒന്ന് പറ്റി വേകാൻ വേണ്ടി ഇങ്ങനെ പോലെ ഒരു 5 മിനിറ്റ് എടുക്കും കേട്ടോ. ഒരു 5 മിനിറ്റിനുള്ളിൽ സംഭവം സെറ്റ്. പക്ഷേ ഇതുണ്ടെങ്കിൽ വേറെ കറികളൊന്നും വേണ്ട മക്കൾക്ക്. ഇതാണ് കേട്ടോ ഫൈനൽ. അവസാനം ആവശ്യത്തിന് ആ വെള്ളമെല്ലാം പറ്റിയ തക്കാളി എല്ലാം വെന്ത് നല്ലോണം മസാലയൊക്കെ പിടിച്ചിരിക്കും. എല്ലാവരും മസ്റ്റായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓയിസ്റ്റർ മഷ്റൂം നമ്മൾ പല രീതിയിൽ ട്രൈ ചെയ്യാറുണ്ടല്ലോ, പക്ഷേ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. സിമ്പിൾ മസാലയിൽ ആ കൂണിൻ്റെ ഫ്ലേവർ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.